Tell me to calm down. Look all around us here. Fall. It's easy to see from down here. If I'm not swinging, then the war is won. Caught before I'm falling for it all in front of us. Lightning stole the heavens open, rising over you. And isn't it obvious? You're right in front of me with the answer, with the answer. Sign on the dotted line, and the hands of authority know all that's left now is time. You are right in front of me with the answer, with the answer.
ഈ പകൽ സമയം കർത്താവെ, നിന്റെ തിരുസനയിൽ നിന്റെ കുഞ്ഞുങ്ങളാവുന്ന ഞങ്ങൾ നിന്റെ തിരുസനയിൽ അടുത്തു വന്നിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ പോകുന്നതായ ഇടവയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നതായ മകളെയും ആ കൂട്ടിനായി കൊടുത്ത ആ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യാതൊരു വിധമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അനുഭവപ്പെടുവാൻ ഇടവരുത്താതെ മംഗളകരമായി ആ വിവാഹം കൃത്യസമയത്ത് നടക്കുവാൻ ഇടയാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വന്നത് മംഗളകരമായി നടന്ന് സന്തോഷിച്ച് ആനന്ദിച്ച് ഒരു ഞങ്ങൾ മേൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇരിക്കുന്നതായ ആ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വന്നതായി ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദേവാലയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവാഹം ജീവിതം കർത്താവെ ധന്യമാക്കി കൊടുക്കുവാൻ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കുന്നതിനാ സ്തോത്ര സകലത യേശുനാമത്തിൽ അർപ്പിക്കുന്നു.
ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായുള്ള ദേവാലയത്തിൽ നമ്മൾ ബലിയർപ്പിക്കുവാനായിട്ട് വിവാഹങ്ങളുടെ ഉദാസനം ചെയ്യുവാനായിട്ടായിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും സ്വസ്ഥാനങ്ങൾ കസേരയുണ്ടെന്ന് ഉറപ്പുവരുത്തി ആയിരിക്കുക. സാക്ഷികളായിട്ട് രണ്ടുപേരെ രണ്ട് ഭാഗത്തുമായിട്ട് നിർത്തുക. ഇനി പരിശുദ്ധ ദേവാലയത്തിലാണ് നമ്മളെന്നുള്ള വലിയ തിരിച്ചറിവോട് കൂടിയിട്ട് മുഴുവൻ സമയം ദേവാലയത്തിൽ ആയിരിക്കുവാനായിട്ട്, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനായിട്ട്, ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട റൈബിൻ, ടീന, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധമായിട്ടുള്ള ഈ ബലിയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട നവദമ്പതിമാരാകുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന റൈബിനെയും ടീനയെയും ഈ ഇടവകയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. റൈബിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളായിട്ടുള്ള പ്രിയപ്പെട്ട രാജചന്ദ്രനെ മോളിച്ചേച്ചിയെയും കുടുംബാംഗങ്ങളെയും ടീനയുടെ മധുവിൻ്റെ കുടുംബാംഗങ്ങളായിട്ട് തോമസിനെയും എലിയാച്ചെടുത്തിയെയും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ മാവേലിക്കരായിട്ട് ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന മധുവിൻ്റെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും ഈ ഇടവക കുടുംബത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. മകപരിശുദ്ധ ബലി ഭക്തിപൂർവ്വം അർപ്പിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ ആയിരിക്കാം എല്ലാവരെയും സ്വാഗതം ചെയ്യണം. നമുക്കൊന്ന് ചേർന്ന് ഈ പരിവാരമായിട്ടുള്ള ബലി ഭക്തിപൂർവ്വം അർപ്പിച്ചുകൊണ്ട് ഈ ബലിയിൽ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. Another
മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. പാവനമായി വിളങ്ങുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഈ ദാസനെ വിളിച്ചുവല്ലോ. സ്വർഗീയാരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ യോഗ്യതയോടെ വികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും
എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവരുടെ മേൽ നീ പൊന്നുപതിതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴിലായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി കൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്കും സൈത്തുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അണിഞ്ഞിടാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിംഹത്തിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതിനാൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പടിഞ്ഞോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുവാൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് ചെയ്ത വിശുദ്ധ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നാവിൻ. എന്തെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പാവനാം സർവേശാ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതമായും ദൈവികവുമായ കൽപ്പനകളുടെ അവസരം ശ്രമിക്കുന്നതിനും ലഭിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, പത്രോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 3 വാക്യങ്ങൾ 1 മുതൽ 7 വരെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ.
വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾക്ക് മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചതുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ദൈവമായ കർത്താവിന് സ്തുതി. മനസ്സുകളിൽ തെളിയും സമയമിതാ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 വാക്യങ്ങൾ 2 മുതൽ 9 വരെ. ഫരീസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശെ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശെ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശെ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷൻ സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ദിവസത്തിൻ്റെ പ്രധാന ആകർഷണമായ താരങ്ങളായിട്ടുള്ള റെയ്ബിൻ രാജ്, ടീന തോമസ്, ഇവർക്ക് വേണ്ടി ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ സ്ഥാപിച്ച 7 കൂദാശകളിൽ ഒന്നായ വിവാഹമെന്ന കൂദാശയിലൂടെ അല്പസമയത്തിന് ശേഷം ഒറ്റ ശരീരമായി
വധുവരന്മാരായി തീരുന്ന ഈ പ്രിയപ്പെട്ട പ്രേമിനും ടീനയ്ക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ആയിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെ വലിയൊരു മുഹൂർത്തമാണ് ഇന്ന് ഈ ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഉള്ളത്. ഈ പ്രിയപ്പെട്ട മക്കൾ, ഇവരെ വളർത്തിയ ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ടവരുമാണ് ഇന്ന് ഈ ദേവാലയത്തിലുള്ളത്. പ്രേമിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ രാജചേട്ടനും പൊളിച്ചേച്ചിയും അതിനെ ടീന തോമസിന്റെ മാതാപിതാക്കളായിട്ടുള്ള തോമസ് ചേട്ടനും ഏലിയാമ്മ ചേർത്തി സഹോദരങ്ങളൊക്കെ ഇവിടെ ഇന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നമ്മളിന്ന് ഈ വിവാഹത്തിന്റെ മുഹൂർത്തത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവരെ എല്ലാവരെയും ഒന്ന് ചേർന്ന് അനുഗ്രഹിക്കുകയാണ്. പരിശുദ്ധമായിട്ടുള്ള ഈ വിലയിലൂടെ, ഈ ഉദാസങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളായിട്ട് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇവരെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും എൻ്റെ മനസ്സിലൊക്കെ ഒത്തിരി അധികം നന്മകളുള്ള മക്കളായി. ഇടവകയെ സംബന്ധിച്ചിടത്തോളം റെയിലിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി അധികം നന്മകളുണ്ട്. നന്മകൾ ഏതെല്ലാം അവസരങ്ങളാണ് നമ്മൾ പറയാറുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അത് വിവാഹവേളകൾ, അവരവരുടെ കാര്യങ്ങൾ വരുമ്പോൾ പിന്നീട് മറ്റൊരു അവസരങ്ങളുമാണ് നന്മകൾ നമ്മൾ ഇവരെ കുറിച്ച് കൂടുതലായിട്ട് പറയുക. കാരണം നന്മ പറയുവാനായിട്ട് ഇടവരുത്തി കൊടുക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് പറയുവാനായിട്ട് സാധിക്കണമെങ്കിൽ നമുക്കൊരു തെറ്റ് ഏത് ഒരു തെറ്റാണെങ്കിൽ കൂടി അതിനെ എല്ലാവരും പെട്ടെന്ന് അതിനെ ഏറ്റെടുത്ത് പറയുവാനായിട്ട് ഇടവരുത്തുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളായിരിക്കുന്നത്. നന്മ പറയിപ്പിക്കുക എന്നുള്ളത് അതും വലിയ പരമമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇടവകയെ കുറിച്ച് ഇടവകക്കാർ പറയുമ്പോഴും കുടുംബാംഗങ്ങൾ പറയുമ്പോഴും നന്മകൾ മാത്രമാണ് പറയുവാനായിട്ടുള്ളത്. ദൈവം 2-3 വർഷമൊക്കെ ഈ ഇടവകയോട് ചേർന്ന് ദേവാലയ ശുശ്രൂഷയായിട്ട് ഇവിടെ സ്ഥാനമുണ്ട്. സ്ഥാനെ പോലെ ദേവാലയ ശുശ്രൂഷയായിട്ട് ഇടവകയുടെ എല്ലാ കാര്യങ്ങളും ഈ അൽത്താരയുമായി ബന്ധപ്പെട്ട് വൈദികരുമായിട്ട് ബന്ധപ്പെട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ്. എനിക്കിന്നുള്ളൊരു ചരിത്ര നിമിഷമാണ് ഈ ഇടവകയെ സംബന്ധിച്ചുകൊണ്ടത് തന്നെയാണ്. കാരണം ഒരു വികാരിയച്ഛൻ ഇവിടുത്തെ മകനെ കെട്ടിക്കുന്നത് ചിലപ്പോൾ അപൂർവമായിരിക്കാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ വിവാഹത്തിന് ഒത്തിരി അച്ഛന്മാരൊക്കെ വന്ന് കെട്ടിക്കുവാനായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട്. പ്രേമം പറഞ്ഞു, അച്ഛൻ തന്നെ, വികാരച്ഛൻ തന്നെ കെട്ടിച്ചാൽ മതി. കാരണം എനിക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട്. കാരണം കപ്പിയാരായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്ത അവനാണ് ദൈവം. അതുകൊണ്ട് തന്നെ വിളിക്കുവാണെങ്കിൽ 30 അച്ഛന്മാര്, ഈ ഇടവകയിലെ മുൻവികാരിമാര്, സുഹൃത്തുക്കളായിട്ടുള്ള അച്ഛന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞു ദേവാലയത്തിൽ 19 പേര് വന്നാൽ നിൽക്കുവാനായിട്ടൊന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വികാരച്ഛൻ കെട്ടിക്കുക എന്നുള്ളതാണ്. അത് ദൈവത്തിന്റെ ഒരു ആവശ്യമായതുകൊണ്ട് ആണ് ഞാൻ ഇന്ന് ഇവിടെ കെട്ടിക്കുവാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടെ കെട്ടിക്കുവാനായിട്ട് മുമ്പോ ഇതിന് ശേഷമോ ഇനി അവസരം ഈ ദേവാലയത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ഇടവകയുടെ പ്രിയപ്പെട്ട മകൻ ഇടവകയോട് ചേർന്ന്, ദേവാലയത്തോട് ചേർന്ന്, ഈ നാടിനോട് ചേർന്ന് ഇന്നായിരിക്കുന്ന അവസ്ഥയിലേക്ക് വളരുവാനായിട്ട് ഇടവന്നതും ഈ ദേവാലയത്തിൽ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ടും പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ബന്ധുമിത്രാദികളുടെ നന്മ നിറഞ്ഞ ജീവിതം കൊണ്ടുമാണെന്ന് സൂചിപ്പിക്കുവാൻ, പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായിട്ടും ഭാരവാഹിയൊക്കെ ആയിരുന്ന കാലഘട്ടങ്ങളിലുമെല്ലാം ഒരു കുഞ്ഞ് ഇടവകയാണ്, മലപ്രദേശത്തുള്ള ഇടവകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടവകയിലെ യുവതിവാക്കളെല്ലാവരും ഈ ഇടവകയോട് ചേർത്ത് നിന്ന് പ്രവർത്തിച്ചവരാണ്. ഇവിടുത്തെ സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ട് നിന്നവരാണ്. കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകളിലേക്ക് കടന്നു വന്നവരാണ്. അതുപോലെ തന്നെ ആയിരിക്കാം ടീന തോമസിന്റെ ഇടവകയും ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ, കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാം ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങളിലൂടെ വളർന്നു വന്ന് ഇന്നായിരിക്കുന്ന ഇടങ്ങളിൽ വിദേശത്തൊക്കെ ജോലിയായിരിക്കുമ്പോഴൊക്കെ ഇവരുടെ എല്ലാം അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ്. ബലിയോട്, അൽത്താരയോട് ചേർന്ന് നിന്നുള്ള പ്രാർത്ഥനയാണ്
ഓരോ വ്യക്തിയെയും മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, നമ്മളൊരു ഭവനം പണിയുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതുവരെ കാണാത്ത വീടിന്റെ വാതിലുകൾ അല്ലെങ്കിൽ ജനലുകൾ, ആ വീടിനെ കുറിച്ചുള്ളതെല്ലാം നമ്മൾ മറ്റ് വീടുകളെ നോക്കിക്കണ്ടുകൊണ്ടാണ്, ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ ഒരു ഭവനം പണിയുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് റൈബനും ടീനയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ട ഈ മാതാപിതാക്കളുടെ ബന്ധുമിത്രാദികളുടെയും എല്ലാം ജീവിതം കണ്ടാണ് ഇവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളെ കണ്ടുകൊണ്ടാണ്, നിങ്ങളുടെ ജീവിതത്തിലെ നന്മകൾ അഭ്യസിച്ചുകൊണ്ടാണ് ഇവർ ഇന്ന് ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ളത്. ഇവർക്ക് എന്നും മാതൃകയായിട്ട് നിൽക്കേണ്ടവർ നിങ്ങൾ ഓരോരുത്തരും കൂടെയാണ്. ഈ സന്തോഷവേളയിൽ ഇവിടെ സന്തോഷകരമായിട്ട് നിങ്ങൾ എല്ലാവരും വന്നു ചേരുമ്പോൾ അത് ആനന്ദകരമാണ്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ മറ്റു പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, ഇവരുടെ കൂടെ ആയിരിക്കുവാനായിട്ട് കഴിയുന്ന ദൈവ മക്കളായിട്ട് നമ്മളെല്ലാവരും മാറേണ്ടതുണ്ട്. പ്രിയപ്പെട്ട റൈബനും ടീനയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരെ അനുഗ്രഹിച്ച് ഈ ജീവിതം തിരഞ്ഞെടുക്കുവാനായിട്ട് കാരണഭൂതരായിട്ടുള്ള മാതാപിതാക്കളെ, മിത്രാദികളെ, അവരുടെ എല്ലാ നന്മകളും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി വിവാഹം എന്ന കൂദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ, ഈ വധൂവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാക്കുവാൻ വിവാഹ ബന്ധത്തിന്റെ അഭേദത്തെ പറ്റി പഠിപ്പിച്ച മിശിഹായെ, പരസ്പര വിശ്വസ്തതയോടും ചാരിത്ര വിശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ഖാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് നിന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ സഹോദരി, ഈ വധൂവരന്മാർ വിവാഹം എന്ന കൂദാശയിൽ ബന്ധിതരാകുവാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.
എഴുന്നേറ്റ് നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് പങ്കുചേരാം. ഇസ്ഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ടീന തോമസിനെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ടീന തോമസ് ഇസ്ഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റൈബിനെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നു. സാക്ഷികളോട് നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പര വലതുകൾ ചേർക്കുന്നു. അബ്രാഹത്തിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയിൽ വധുവായി തീർത്ത കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ എത്തിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണയുന്ന ഈ മോതിരം ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവനത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയിക്കുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യവീനാ മണ്ണിൽ
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹാ എപ്പോഴും നിങ്ങൾക്ക് ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. മുഴുവൻ ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുങ്ങുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. ായി
വ്യക്തിയിലേക്കും എനിക്ക് കൂടി ആശംസകൾ നേരുകയാണ്. തിരുകുടുംബമായിരിക്കട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ മാതൃക. പിതാവിനെ പോലെ മാതാവിനെ പോലെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് ജനിക്കുന്ന മക്കൾ ഈശോയെ പോലെ ആയിത്തീരുവാനായിട്ട് അത്രമാത്രം ശുദ്ധീകരണ നന്മയിലും തിരുക്കുടുംബം അവരുടെ വേദനകളും സഹനങ്ങളും എല്ലാം കുടുംബത്തെ നയിച്ചതുപോലെ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കുമുള്ള ജീവിതമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ചേർന്ന് കൂടി പ്രാർത്ഥിക്കാം. സമാപന ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ നിഴലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനം തന്നെ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ തിരുകുടുംബത്തിന്റെ നായകനായ ഔസേപിതാവിന്റെ മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. Hallelujah.
ക്രൂശിതരാ തീരട്ടെ, മുദ്രിതരാ ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. വിശ്വാസികളായിരിക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതി.
ഒപ്പം തുടങ്ങാമെന്ന് ചെക്കനും പെണ്ണും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. It's good afternoon all, ladies and gentlemen. You know we came for one reason and one reason only. That's our bride and groom. Yes, I welcome all of you to this beautiful wedding reception of Raven Raj and Tina Thomas. First of all, let me introduce myself. I'm Amal Varghese, today's MC of the event. I welcome all of you to this beautiful celebration. Please be seated and enjoy your time with us. Marriage is a union between two hearts, a harmony between two souls, and very close bond between two beautiful families. Yes, ദേവാലയത്തിലെ അനുഗ്രഹീത ചടങ്ങുകൾക്ക് ശേഷം നമ്മുടെ വധൂവരന്മാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. So family, friends and relatives and loved ones, the much awaited moment of the day have finally arrived. Here we have our handsome groom Raven Raj and our gorgeous bride Tina Thomas. So let's give them a warm welcome. I welcome our stars of the day. Please. ഈ മുല്ലൻ കൊമ്പേ ചാടാനായി നീ കൂടാമോ തുമ്പിപ്പെണ്ണാവേ ഈ മുല്ലൻ കൊമ്പേ ചാടാനായി നീ കൂടാമോ ആരോരം കണ്ണിക്കൂടുമ്പേ മുഖത്തിൽ പേരിൽ പാടാനായി നീ കൂടാമോ കണ്ണാടി കണ്ണി ഒരു വിജ്ഞാനം കണ്ണിൽ ചിന്നൂരിച്ച്
cake. Looking absolutely good together. So cute. Yes, everyone, presenting before you the just married couple, Rabin Raj and Tina Thomas. It's my distinct pleasure to introduce to you for the very first time Rabin and Tina as husband and wife. Yes, ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഇവരെ അങ്ങോട്ട് ഒരു മനസ്സും ഒരു ഹൃദയവുമായി ഭാര്യ ഭർത്താക്കന്മാരായി ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് നോക്കാൻ പോവുകയാണ്. So, Rabin Raj and Tina Thomas both are working in medical field. Rabin working in Dubai and Tina in London, UK. Yes, that was brief intro about our couple. Yes, I know the picture is a couple, right? ഇന്നത്തെ ദിവസം നമ്മളെക്കാൾ ഇവരെക്കാൾ കൂടുതൽ എക്സൈറ്റഡും കൂടുതൽ കാത്തിരുന്നതും കൂടുതൽ പ്രാർത്ഥിച്ചതുമായ ഫ്യൂ ഫോക്സ് ഇവിടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണം. ഞാൻ മുന്നേ മെൻഷൻ ചെയ്തതുപോലെ വിവാഹം എന്നാൽ രണ്ട് പേർ മാത്രം ഒന്നിക്കുന്നതല്ല, രണ്ട് കുടുംബങ്ങൾ കൂടിയാണ് ഇവിടെ ഒന്നിക്കുന്നത്, അല്ലേ? സോ ജസ്റ്റ് ഇവിടെ രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ്. ഇന്ന് മുതൽ ഒന്നാവാൻ പോകുന്ന ഈ രണ്ട് കുടുംബങ്ങളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Yes, I welcome family of both Rabin and Tina to the stage. രണ്ടുപേരുടെയും ടീനയുടെയും റേബിന്റെയും ഫാമിലിനെ പാരന്റ്സ് വിത്ത് സിബ്ലിംഗ്സ് രണ്ടുപേരെയും ഞാൻ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. പ്ലീസ് രണ്ടുപേരോട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? ടെൻഷൻ ആയിരിക്കും, സ്വാഭാവികമാണ്. എങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയാനുണ്ടെങ്കിൽ. ടയർഡാണ്, പിന്നെന്താ സന്തോഷമുണ്ട്. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോടെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ദൈവം സഹായിച്ചെല്ലാം നന്നായിട്ട് നടക്കട്ടെ. ഇതിലോട്ടുള്ള ഫ്യൂച്ചറിലും നന്നായിട്ട് തന്നെ ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ളതൊക്കെ അപേക്ഷിക്കുന്നു. താങ്ക് യു. ഹാപ്പിയാണ്. ചെറിയൊരു മടുപ്പൊക്കെ ഉണ്ട്, 2 ദിവസമായിട്ടുള്ള വർക്കക്ഷീണമുണ്ട്. ബാക്കി എല്ലാം കൊണ്ട് സന്തോഷം. യെസ്, ഞാൻ പറഞ്ഞില്ല ടയേർഡായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ പേരും ഈ ഒരു ഫേസിലൂടെ കടന്നു പോയതായിരിക്കും. പ്രത്യേകിച്ച് ടീനയുടെ ഫാമിലി മാവേലിക്കരയിൽ നിന്നാണ് ഇവിടെ വന്നേക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തു നിന്നാണ് വന്നത്. പ്രാർത്ഥനയിൽ ഇവരെ ഓർക്കുക. യെസ്, അപ്പോൾ നമ്മുടെ ടീനയുടെ ഫാമിലി വന്നു, നമ്മുടെ റേബിൻ്റെ ഫാമിലി വന്നു. അപ്പം ഒരുമിച്ച് ഫാമിലിയുടെ കൂടെ ഒരുമിച്ച് നമുക്ക് ഫ്രണ്ടിലേക്ക് കടന്നു നിൽക്കാം. ഫാമിലി ബാക്കിൽ നിൽക്കണ്ട, ഫ്രണ്ടിലേക്ക് തന്നെ നിൽക്കുക. ഇനി നമുക്ക് നമ്മുടെ ഫാമിലിയെ പരിചയപ്പെടാം. We have family of Rabin, father Rajan, mother Modi, and elder brother Rafli working in Saudi Arabia, and younger brother Rasbin studying in the UK. Moving on to our right side, Teenage father Thomas Kuti, mother Ariama, and brother Tijo Thomas studying engineering. Yes, ഇതാണ് രണ്ടുപേരുടെയും ഫാമിലിയെ കുറിച്ചുള്ള ഇത്. സോ ഈ രണ്ട് ഫാമിലി ഇന്നത്തോടെ ഒന്നിക്കാൻ പോവുകയാണ് ഈ നിമിഷം മുതൽ. We welcome your family to our family. Yes, these two families are no longer two. They are united by the love of God. We express our joy in this heavenly union of two minds and families. Yes, as usual, moving on to our official ceremony, we will start by candlelighting. For that, I request Rabin and Tina to come forward and light the candle. Tradition, the cake cutting ceremony. For that, I would like to welcome Rabin and Tina to slice this beautiful wedding cake. So, നല്ലൊരു വെഡിങ് കേക്ക് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു ശീലമാണ്. കല്യാണം കഴിഞ്ഞ ഒരു കേക്ക് മധുരം നമുക്ക് വേണം.
മധുരം വെക്കട്ടെ. റൈബിന്റെയും ടീനയുടെയും ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ആയിരിക്കുക. നേരത്തെ നമ്മുടെ സന്തോഷിച്ചൻ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ നന്മകൾ ഒരു സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. അതുപോലെ തന്നെ അത് നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് ശാന്തികരെ സംബന്ധിച്ച് നമുക്ക് റൈബിനെ എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും റൈബിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ ഹെൽപ്പുകൾ കിട്ടാത്ത വ്യക്തികളെ ചുരുക്കമായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് റൈബിൻ. അതുപോലെ തന്നെ റൈബിൻ ഇവിടുന്ന് മാറി ദുബായിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും അവൻ്റെ ആ ഒരു മൈൻഡിൽ മാറ്റം വന്നിട്ടില്ലായിരുന്നു. അവൻ ദുബായിലായിരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള കമ്മ്യൂണിറ്റിയിൽ പോലും റൈബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏത് ഐഡന്റിറ്റിയിലാണോ അറിയപ്പെടുന്നത് ആ ഐഡന്റിറ്റിയിൽ തന്നെയാണ് അവിടെയും അറിയപ്പെടുന്നത്. അതെനിക്കെപ്പോഴും പലപ്പോഴും ശാന്തിഗിരിയിൽ നിന്ന് നമ്മളെല്ലാം ശാന്തിഗിരിയിൽ പോകുന്നവരാണ്. ഒത്തിരി അഭിമാനം തോന്നിയിട്ടുണ്ട് റൈബിനെ ഓർത്തിട്ട്. അതുപോലെ തന്നെ ടീന, ഞങ്ങൾക്ക് ഏതാനും അവേഴ്സിൻ്റെ പരിചയം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ദുബായിൽ വെച്ചിട്ട്. ആക്ച്വലി ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. വളരെ എളിമയും വളരെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചായിട്ടാണ് ഞങ്ങൾ ഫീൽ ചെയ്യുന്നത്. അതിന് അവരുടെ മാതാപിതാക്കളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുക. അതുപോലെ മാവേലിക്കരയ്ക്ക് ശാന്തിഗിരിയിൽ നിന്ന് ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായ റീബിനെ ഞങ്ങൾ മാവേലിക്കരയ്ക്ക് തരുകയാണ്. അതുപോലെ തന്നെ മാവേലിക്കരയിൽ നിന്ന് ഞങ്ങൾ ശാന്തിഗിരിക്കാരെ ഇങ്ങോട്ട് ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയെ സ്വീകരിക്കുക. എനിക്ക് തോന്നുന്നത് ഇത് ഒരു മാതൃകയായി മാറണം. നമ്മുടെ സമൂഹത്തിൽ എല്ലാം ഇതൊരു മാതൃകയായി മാറട്ടെ. നമ്മുടെ യുവജനങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും ഒരു മാതൃകയായിട്ടെ. എങ്ങനെയായിരിക്കാം നല്ല വ്യക്തി, എങ്ങനെയായിരിക്കാം ഹെൽപ്ഫുൾ ആയിരിക്കുക എന്നതിനൊക്കെ ഒത്തിരി സന്തോഷം. റീബിനും തീരയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും ദൈവം ഒത്തിരി അനുഗ്രഹം അവരുടെ കുടുംബജീവിതത്തിൽ നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റേബിനും ടീനയ്ക്കും ടീന റേബിനും ലക്കി വൺസ് ആണ്. രണ്ടുപേരും ഈക്വലി ഡിസേർവിംഗ് ആണ് രണ്ടുപേരും. Year 1994. ഓക്കെ, അറിയാം ഇതന്നെയല്ലേ, കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ടീനയുടെ ബർത്ത്ഡേക്കും മാർച്ച് 18. ഓക്കെ. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി November 30. ഓക്കെ. യെസ്, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. Before that, let me conclude my words. Rabin and Tina, you guys are beautiful, wonderful couple, perfect for each other, offering good wishes and sending you prayers for unending love and happiness. And I thank each one of you for being a part of this event and making this event more beautiful. And also thanking all who worked behind this joyous affair. Without them,
this would not have been made possible. So friends, families, relatives and all, thanking you all on behalf of the family. And yes, Rabin and Tina, I wish you the very best for your future together and a hearty congratulations for getting married. Remember, marriage is not a word, it's a sentence, a life sentence. Yes, once again, congratulations and thank you all.
tonight. Y'all alright? KMG, bring the people.
മഴയെ വൻവഴിയെ എന്നിതിലെ വരുന്നു നാം വരുന്നിതാ നാം കിനാവോ അനേകം വിദൂരം വിമുഖം അനന്തമാം ഈ പാത പോലെ കൺമുനയിൽ പൂത്തു താരകം ഇതൾ പോൽ നീർത്തി മാനസം നാം തേടുന്നു ഈ യാത്ര തൻ തീരാകഥ 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 തീരാകഥ
നിറങ്ങൾ സ്വരങ്ങൾ വനങ്ങൾ ദളങ്ങൾ കടന്നുപോയി നാം പതുക്കെ പതുക്കെ ഇന്നാളും ഈ നോവോ മറന്നുപോയി നാം ഈ നിലവിലേറെ ഓർമ്മകൾ കെടാതെ ബാക്കിയാക്കവേ നാം തേടുന്നു ഈ യാത്ര തൻ തീരാകഥ 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 Wash